അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ്. എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെ നമ്മുടെ കാക്കൂന്തൽ വളരാനുള്ള ഒരു ടിപ്സും അത് ഞാൻ ഇട്ടിരിക്കുന്ന നേരത്തെ പഴയ വീഡിയോയിൽ പണ്ടിട്ട വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ ഇന്ന് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. നല്ല സൂപ്പർ ടിപ്സായിട്ടോ. അപ്പോൾ അത് തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ല, ഇപ്പം ഞാനത് തേച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻട്രോ എടുത്തുകൊണ്ട് നിൽക്കുന്നത്. നല്ല നമ്മുടെ മുടിക്ക് നല്ല തിളക്കവും എല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഇൻട്രോയിൽ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടാതെ എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. പിന്നെ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ, അപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. അന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റു, അപ്പോൾ ജോലിയെല്ലാം ഒരുവിധമൊക്കെ ഒതുങ്ങി. അപ്പോൾ ഇനി അമ്പലത്തിലൊക്കെ പോയിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് കൂട്ടുകാരെല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. കണ്ടു നോക്കിയാൽ മാത്രം പോരാ, കമൻറ്റും ഒക്കെ ഇടണം. അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമുക്ക് വീഡിയോ കാണാനായിട്ട് പോവാം. രാവിലെ പുട്ടുണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് പുട്ടുപൊടിയൊക്കെ നനച്ച് വെച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അജ്മീസിന്റെ പുട്ടുപൊടിയാണ് ഞാൻ വാങ്ങിക്കുന്നത്. നല്ല സൂപ്പർ പുട്ടുപൊടി കേട്ടോ. നല്ല മയമുണ്ട്. നല്ല നമ്മൾ ഇവ രാവിലെ ഉണ്ടാക്കിയാൽ വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല മയം ഉണ്ടാവും. ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സരസ്വതി ടീച്ചറിൻ്റെ ചാനലിൽ ഇതുപോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്ക് നല്ല ഒരു ടിപ്സാണ് എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഇപ്പം 2 പേരുള്ളതുകൊണ്ട് ഇതിന് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുള്ളൂ. ഇതിന് ഈ നമ്മുടെ പുട്ടുകുറ്റിക്ക് അതെടുത്തിട്ട് അപ്പം നമുക്ക് 2 എണ്ണത്തിന് അത് കിട്ടും. ഒരു കപ്പ് എടുത്തു കഴിഞ്ഞാൽ അത് 2ആയിട്ട് നമുക്ക് 2 കുറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതെടുത്തിട്ട് ഇത് നിറച്ചിട്ട്, ഇത് പൊക്കത്തിലല്ല വെള്ളം ഒഴിക്കേണ്ടത്, ഇത് നികത്തെ വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 5 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കാൻ നേരം എടുക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മളിങ്ങനെ വെള്ളം എടുത്ത് നനച്ച് പോകേണ്ട യാതൊരു കാര്യമില്ല. കറക്റ്റായിട്ടിരിക്കും. ഞാനിത് കാണിച്ചു തരാം എടുക്കുമ്പോൾ. അപ്പം രാവിലെ ഫ്രിഡ്ജിൽ നോക്കിയപ്പോഴത്തേക്കും തേങ്ങ തിരുമിയതില്ല. അപ്പം രാവിലെ തന്നെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ച് എനിക്ക് ഭയങ്കര മടിയാണ് രാവിലെ തേങ്ങ തിരുമാനായിട്ട് കേട്ടോ. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ തേങ്ങ ഒരു ശകലം പോലും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു പുട്ടിനെ മാത്രം ഇച്ചിരി തിരുമി എടുത്തിട്ട് ബാക്കി പിന്നെ തിരുമാന്ന് വിചാരിച്ചു. രാവിലെ നമുക്ക് ഭയങ്കര മടിയല്ലേ. സാധാരണ ഞാൻ തിരുമി വെക്കുക പതിവ്, പക്ഷെ അത് തീർന്നു പോയായിരുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും തിരുമാതെ. പുട്ടിനാണെങ്കിൽ തേങ്ങ ഇട്ടില്ലെങ്കിൽ കൊള്ളത്തുമില്ലത്. പിന്നെ കടലക്കറി ഇരിപ്പുണ്ട്. കടലക്കറി എനിക്ക് പക്ഷേ പുട്ടിന് പഴം കൂട്ടി തിന്നുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് കടലക്കറിയോടൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇന്നലെ അപ്പമായിരുന്നു. അപ്പോൾ അതിനുണ്ടാക്കി കടലക്കറിയുടെ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം രാവിലെ കടലക്കറി വെക്കുന്ന ഒരു പരിപാടിക്ക് കുറച്ച് ലാഭമുണ്ട്. രാവിലെ തന്നെ മഴയാണെന്ന് തോന്നുന്നു. നല്ല മഴയുടെ ഒച്ച കേൾക്കുന്നുണ്ട് വെളിയിൽ. പക്ഷെ ഇന്നലെ ഒന്നും മഴ പെയ്തതേ ഇല്ല. ഇന്നലെയൊക്കെ നല്ല അന്തരീക്ഷമായിരുന്നു. പക്ഷെ മഴ അന്നൊക്കെ അത്രയും പെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ചൂടിനൊരു കുറവുമില്ല. നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല ചൂടാണ്. പുട്ടിന് തൽക്കാലം ഇത്രയും തേങ്ങ മതി. 2 കുറ്റി പുട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ഈ ചിരട്ട പുട്ടുമല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് തേങ്ങ മതിയാവും. മറ്റേ കുറ്റിക്കകത്ത് വാരി വെക്കുമ്പോഴാണ് ഇഷ്ടമാതിരി തേങ്ങ വേണ്ടത്. ഇതിനകത്ത് ഉണ്ടാക്കുമ്പോഴത്തേക്ക് തേങ്ങയ്ക്ക് കുറച്ച് ലാഭമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഇത്രയും തേങ്ങ മതി. ഇപ്പം ഞാനിത് കാണിച്ചു തരാം പുട്ടിൻ്റെ പൊടി നനഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് കേട്ടോ. നമുക്ക് ഈ പുട്ടിൻ്റെ പൊടിയൊന്ന് തുറന്ന് നോക്കാവേ. കണ്ടോ, ഇത് കണ്ടോ, ഇത് കറക്റ്റ് നമ്മുടെ നനഞ്ഞിരിക്കും. നമ്മൾ ഇനിയിപ്പോൾ ഇത് വെള്ളം വേറെ ഒഴിച്ചിരുന്ന് നനയ്ക്കേണ്ട ഒരു ആവശ്യവും. നമുക്കിത് നമ്മുടെ കുറ്റിയിലേക്ക് വാരി നിറച്ച് കൊടുത്താൽ മതിയാവും. കണ്ടോ, നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും. അപ്പം ഞാനിനി ഇത് ആ പുട്ടുകുറ്റിയിലോട്ട് വാരി തന്നെ നിറച്ച് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ നേരത്തെ എഴുന്നേറ്റ് കേട്ടോ. മണി 5 ആയതേ ഉള്ളൂ. ഇപ്പം 5 കഴിഞ്ഞ് കേട്ടോ. ഇപ്പം 5:30 ആയി. 5 മണിക്ക് ഞാൻ എഴുന്നേറ്റു. ഇപ്പം ഇത് നനച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇപ്പം ഇത് നമ്മൾ ഇങ്ങനെ നനഞ്ഞിരുന്നാലും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇപ്പോൾ ഇത്ര മിനിറ്റിനുള്ളിൽ എടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഇത് കറക്റ്റായിട്ട് നനഞ്ഞിരിക്കും. കണ്ടോ,
ഞാനിത് ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം, ഇനി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ വീഡിയോയിൽ എന്താക്കണ്ടല്ലോ. ഇത് രാവിലെ എഴുന്നേറ്റപ്പം തൊട്ടുള്ള മഴയായിട്ടോ. ഞാനിന്ന് വെളുപ്പിന് 5 മണിയായപ്പോൾ എഴുന്നേറ്റു. ഇപ്പം എഴുന്നേറ്റപ്പം തൊട്ട് മഴയാണ്. ആദ്യം കുറേ നേരം മഴ പെയ്തോണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ തോർന്നു. എന്നാൽ പിന്നെ അമ്പലത്തിലൊക്കെ പോകാമെന്നും പറഞ്ഞിട്ട് എല്ലാം റെഡി ആയിരുന്നപ്പോഴത്തേക്ക് ദാ പെയ്യുന്നു. അത് ചെറിയ ചാറ്റുമഴയല്ലായിരുന്നു, തുള്ളിക്കൊരുവിടം പേമാരി എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ഭയങ്കര മഴ. പിന്നെ മഴയൊക്കെ ഒന്ന് തോർന്നു, നല്ലും ചാറുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല, ഹെൽമെറ്റ് ഒക്കെ വെച്ചങ്ങ് പോയി. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കും പോകാനും പറ്റത്തില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങ് പോയി. കുടയൊക്കെ വണ്ടിക്കകത്ത് ഇട്ടുകൊണ്ട് പോയി. അമ്പലത്തിൽ ചെന്നാൽ അവിടെ ചെന്ന് നമ്മൾ പ്രദക്ഷിണം വെക്കുമ്പോഴത്തേക്കും അല്ല മഴയെങ്ങാനും വന്നാൽ എന്ത് ചെയ്യുമെന്നും വെച്ചിട്ട് ഞാൻ കുടയും കൊണ്ടൊക്കെയാണ് പോയത്. അപ്പം അതെല്ലാം കഴിഞ്ഞ് വന്നു. പിന്നെ കാപ്പൂടി എല്ലാം കഴിഞ്ഞു. പിന്നെ ഇന്നെല്ലാം ഉടായ്പ പരിപാടിയായിട്ടാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്നലെ വെച്ച മീൻകറിയുടെ കുറച്ച് ഇരിപ്പുണ്ട്. പിന്നെന്തുവാ രസം ഇരിപ്പുണ്ട്. പിന്നെന്തുവാ പപ്പരയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ മെഴുക്കുവരട്ടി ഇരിപ്പുണ്ട്. ഇതെല്ലാം ഇരിപ്പുണ്ട്. ഇനിയിപ്പം കറി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് എന്നും ഉച്ചയ്ക്ക് കറി വെക്കാൻ കയറി എന്തെങ്കിലും ഒരു കറി വെച്ചില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഇതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് ഉണ്ടെങ്കിൽ ഇഷ്ടം മാതിരി ചോറുണ്ണും. നമ്മുടെ സാധാരണ അവിയലും സാമ്പാറും മീൻകറിയും അതൊക്കെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ചോറ് നമ്മൾ ഉണ്ണുന്നത് ഈ ഒരു പരിപാടി ചെയ്തിട്ട്. ഇപ്പൊ ഞാൻ കുറേ നാളായി ഇങ്ങനത്തെ പണി കാണിച്ചിട്ട്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി ഒന്ന് മുറിച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഒരു ശകലം പുളി എടുത്തിട്ടുണ്ട്, പുളി, പിന്നെ ഉപ്പ്. അപ്പൊ എന്തായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലെ. ചിലവർ ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അങ്ങനെ ചെയ്യും, പൊടിച്ചെടുത്തിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഈ മുളക് ചുട്ടെടുത്ത് ചെയ്യും, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഈ മുളകിനെ ഒന്ന് നമ്മൾ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുക്കുവാണ്. വറുത്തെടുത്തിട്ടാണ് ഈ പരിപാടിക്ക് പോകുന്നത്. പൊട്ടിത്തെറിക്കുവോ? വന്നിന്ന് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ചതിന്റെ ക്ഷീണം മാറിയിട്ടില്ല. ഒരു കടുക് വന്നതാ ഇതോട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കാണ് ദേഹത്ത് എന്തോ ഈ കടുക് പൊട്ടിത്തെറിച്ച കാര്യം ഞാൻ മറന്നുപോയേ. അപ്പൊ എന്തോ ഇരിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത് അതിനെ ഒന്ന് ചുരണ്ടിയായിരുന്നു. അപ്പം നഖം വെച്ച് ചുരണ്ടുമ്പം അറിയാലോ എന്താണ്. അപ്പൊ കടുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു സാധനമാണെന്ന് അറിയാം, പക്ഷെ അവനൊന്ന് പൊട്ടിത്തെറിച്ചാലത്തെ കാര്യം പറയുകയും വേണ്ട അല്ലെ. ഇപ്പൊ ഞാൻ ആ മുളകൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഈ ഉള്ളിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. അപ്പൊ ഞാൻ രണ്ടായിട്ട് മുറിച്ച് ഉള്ളി ഇട്ടേന്റെ കാര്യം പേടിച്ചിട്ട് അടുത്ത് നിൽക്കാത്ത കേട്ടോ. ഉള്ളി മുറിച്ചായിട്ടിരിക്കുന്നത്. ഉള്ളി ചിലപ്പോൾ ഒന്നിച്ച് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അതുകൊണ്ടാണ് ഞാൻ മുറിച്ചിട്ടിരിക്കുന്നത്. മുറിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും വലിയ കുഴപ്പമില്ല, എന്നാലും ചിലതുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മുറിക്കാത്തത്. മുറിച്ചിട്ട് കഴിഞ്ഞാൽ വലുതായിട്ട് പൊട്ടിത്തെറിക്കത്തില്ല. അപ്പൊ വെറുതെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുന്നേ ഉള്ളൂ. ഭയങ്കരമായിട്ട് വരണ്ടൊന്നും പോകണ്ട. ഭയങ്കരമായിട്ട് വരണ്ടു പോയാൽ കൊള്ളത്തില്ല, ടേസ്റ്റ് മാറിപ്പോകും. അതുകൊണ്ടാണ്. അപ്പൊ എന്താ ഇതുമാതിരി മതി. മുളകും ഞാൻ എടുത്തത് കണ്ടല്ലോ. ഇപ്പൊ ഉള്ളി ഇതുമാതിരി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കങ്ങ് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മുടെ മിക്സി എടുക്കുക, അതിൻ്റെ ജാറിലോട്ട് ഇടുക, അതങ്ങോട്ട് ഒന്ന് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ചതച്ചെടുക്കുക. ആ പരിപാടിക്കാണ് ഇനി പോകുന്നത്. അപ്പം ഈ വറുത്ത് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒരു ശകലം ഇതിനകത്തുണ്ട്. അപ്പം ഈ വെളിച്ചെണ്ണ ഞാനിപ്പം ഇത് ചതച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മുളക് വറുത്ത വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്താ ടേസ്റ്റ് അല്ലേ, പറയാതിരിക്കാൻ നിവർത്തിയില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇപ്പം വരാം. അപ്പൊ എന്താ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കുമല്ലോ, ഒന്ന് പുളിയും ഉപ്പും കൂടി ഇട്ടപ്പോഴത്തേക്കും ഒന്ന് അരഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ശകലം ഈ മുളക് വറുത്ത എണ്ണ തന്നെയാണ്, അത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. ഈ എണ്ണ കളയാൻ പറ്റത്തില്ലല്ലോ. അതുമല്ല ഇത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്വാദുമായിരിക്കും ഈ മുളകിന്. ഇത് പോരെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണേ. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റ് വരത്തില്ല, അറിയാലോ. ഇന്നലെ നമ്മൾ കോട്ടയം മീൻകറി ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞല്ലേ, വെളിച്ചെണ്ണയാണ് ഒത്തിരി നല്ലതെന്നല്ലേ. ഇതാ ഇത് കണ്ടിട്ട് ആരുടെയൊക്കെ വായിൽ കപ്പൽ ഓടിക്കാം എന്നെനിക്ക് കമന്റ് ഇടണേ.
എന്റെ വായിൽ തന്നെ ആദ്യം ഓടിക്കാം, പിന്നെ ബാക്കി നമ്മുടെ കൂട്ടുകാരുടെ വായിലും അല്ലേ. ആരുടെയൊക്കെ വായിൽ ഓടിക്കുക. ഇത് കണ്ട് ഇത് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞു വരും അല്ലേ. നമുക്കൊരു ഇച്ചിരി എടുത്തത് ടേസ്റ്റ് നോക്കാം അല്ലേ. എനിക്കിപ്പൊ തന്നെ കൊതി വരുന്നു, എനിക്കിപ്പൊ തന്നെ ചോറുണ്ണാൻ തോന്നുന്നുണ്ട്. പക്ഷേ സമയമൊന്നും ആയില്ല. ഇന്ന് നേരത്തെ എഴുന്നേറ്റോണ്ട് എന്റെ ജോലി എല്ലാം കഴിഞ്ഞു. ഇനി ജോലിയൊന്നും ഇല്ല, വെറുതെ ഇരിക്കാൻ പോവാണ്. നോക്കട്ടെ എന്താ ടേസ്റ്റ്. ഞാനിത് ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് തിന്ന് തീർക്കും. പക്ഷെ മുളകാന്നുള്ള കാര്യം ചിലപ്പോൾ വിട്ടു പോകും. തിന്ന് നല്ല ടേസ്റ്റാ കേട്ടോ, അടിപൊളി ടേസ്റ്റാ. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചേക്കാം. നമുക്ക് ചോറിന് ഒരു കറിയും വേണ്ട, ഇത് മാത്രം കിട്ടിയാൽ മതി അല്ലേ. സൂപ്പറാ. ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവര് ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ. ചിലർ മുളക് ചുട്ടെടുക്കും, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ചിലവർ ഒന്നും ചെയ്യത്തില്ല, ചിലവർ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചെടുക്കും. ഒന്നുമല്ല, ഇതിങ്ങനെ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ ഇഷ്ടമാതിരി ചോറുണ്ണും. ചിലപ്പോൾ ചോറ് തികയാതെയും വരും. ചോറുണ്ടുണ്ട് ചിലപ്പോൾ തികയാതെ വരും അല്ലേ. മുളകിൻ്റെ കുത്തല്ല ഇത് വറുത്തതിൻ്റെ. അപ്പം ചില ദിവസമൊക്കെ നമുക്ക് ഉടായ്പ കറികളൊക്കെ ഇല്ലെങ്കിൽ ശരിയാകത്തില്ലല്ലോ. എല്ലാ ദിവസവും ഇങ്ങനെ അടുക്കളയിൽ കിടന്ന് പണിതുകൊണ്ടിരുന്നല്ല ഇങ്ങനെ ശരിയാകുന്നേ. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ മതി. പിന്നെ നമുക്ക് കൂട്ടാനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്. പിന്നെ എനിക്ക് രാവിലെ തൊട്ട് ഇങ്ങനെ തോന്നി, ഇങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയാൽ എന്താണ് നല്ല ടേസ്റ്റ് അല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചാണ് ഇത് ചെയ്തത്. അപ്പം ഇത് മാറ്റി വെച്ചേക്കാം. അപ്പം നമുക്ക് നമ്മുടെ മുടി നല്ല എന്താ പറയുക, നല്ല ഉള്ളും നല്ല നീളവും ഒക്കെ നമുക്ക് ഈ മുടിയെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും മുടിക്ക് ഉള്ളുണ്ടെങ്കിലും ഒക്കെ. അപ്പം ആ മുടിക്ക് ഉള്ളു വരാനും നീളം വരാനും ഒക്കെയുള്ള ഒരു നല്ലൊരു ടിപ്സാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ ഈ ടിപ്സ് ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഇപ്പം ഒരുപാട് പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പഴയ കൂട്ടുകാർക്കെല്ലാം അറിയാം, എന്നാലും ഞാൻ പറയുവാണ്. അപ്പം ഇപ്പം എനിക്ക് രാവിലെ കുറച്ച് തിരക്കൊക്കെ ആയതിൻ്റെ പേരിൽ എനിക്ക് ഈ മുട്ടയും നാരങ്ങ നീരും കൂടെ ഉള്ള ടിപ്സ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാനിത് എല്ലാ ആഴ്ചയിലും, ഞാനിപ്പോൾ ഇത് ആഴ്ചയിൽ ചെയ്ത് കൊടുക്കത്തുള്ളൂ. നമ്മുടെ മുടി നന്നായിട്ട് പൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അടുപ്പിച്ച് ചെയ്യുക. ആ പൊഴിച്ചിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം ചെയ്താൽ മതി. പിന്നെ തീരെ പൊഴിച്ചിലില്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താലും മതി. മുടി നന്നായിട്ട് വളരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പൊ ഇതിപ്പോ ഞാൻ തേച്ചിട്ട് കുറേ ദിവസമായി. അപ്പൊ ഇന്നൊന്ന് തേക്കണമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ കൂട്ടുകാരെ കൂടെ ഒന്ന് കാണിച്ചു തന്നേക്കാമെന്ന്. തന്നെയല്ല, കുറേ പേര് എൻ്റെ ചാനലിൽ വേറെ വീഡിയോ ഞാൻ ചെയ്താലും കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, മുട്ടയും നാരങ്ങ നീര് എങ്ങനെയാണ് തേക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഞാൻ കമന്റിൽ കൂടെ തന്നെ അതിൻ്റെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ടിപ്സ് കാണുക. എന്നാലും നമ്മൾ എത്ര ഇങ്ങനെ ചെയ്താലും എല്ലാവർക്കും ഓരോ സംശയങ്ങൾ കാണും അല്ലേ. ഇത് ആഴ്ചയിൽ എത്ര ദിവസം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ കാണും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ്. അല്ലാണ്ട് ഈ പെണ്ണുമ്പിളക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോകാം. കൂടുതൽ നേരം പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരും. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മുടിയിലെ ഉടക്ക് നന്നായിട്ട് കളയുക. അപ്പം ഇത് മുടിയിലെ ഉടക്ക് ഞാൻ എന്നും രാത്രിയിൽ ഞാൻ പറയാറുണ്ട്, എന്നും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് മുടി നന്നായിട്ട് ചീകി ചെടയെല്ലാം കളഞ്ഞ് നമ്മൾ കെട്ടിവെക്കുക. കെട്ടിവെക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് മുടി ഇപ്പം നമുക്ക് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉടക്കൊക്കെ കളയാനായിട്ട് എളുപ്പമാണ്. തന്നെയല്ല, നമ്മളിങ്ങനെ ഈ പല്ലകലമുള്ള ചീപ്പ് കൊണ്ട് വേണം ചീകാനായിട്ട്. ഇപ്പം ചീകുമ്പോഴത്തേക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടും. മനസ്സിലായോ? മുടിക്ക് ആനക്കമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ മുടി ശരിക്കും വളരാത്തത്. ശരിക്കും നമ്മുടെ തലയിൽ ഇടയ്ക്കൊക്കെ ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അത് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് മുടി വളർച്ചയ്ക്ക് നല്ലൊരു കാര്യവുമാണ്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എണ്ണ എടുത്തോണ്ട് വരട്ടെ. അപ്പം ഞാൻ തേക്കുന്ന എണ്ണ ഇതാണ്. ഈ എണ്ണ ഞാൻ തേക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മനസ്സിലായി? വർഷങ്ങളായെന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾ, ഒരു 10-30 വർഷം അല്ല ഞാൻ ഈ പാരച്യൂട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം പാരച്യൂട്ടിൻ്റെ പുതിയ ഇത് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പുതിയത് ഇതുവരെ തേച്ചിട്ടില്ല. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ഈ പഴയ പാരച്യൂട്ട് തന്നെയാണ് തേക്കുന്നത്. ഇത് എന്നാ
ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് നാളായിട്ട് തേച്ചുകൊണ്ടിരിക്കുന്നതാണ്. എനിക്കിത് തേച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് തരുമ്പോൾ ചിലവർ കാച്ചിയ എണ്ണയും അങ്ങനെയൊക്കെ തേക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ തേക്കുന്നവർ അത് തന്നെ ആയിക്കോട്ടെ. ഏത് എണ്ണയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ മാത്രം നമ്മൾ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പം നമുക്ക് ഈ എണ്ണ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം എണ്ണ തേക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എണ്ണ തേക്കുമ്പോഴത്തേക്കും ഒരുപാട് എണ്ണ അങ്ങോട്ട് വാരിക്കോരി തേക്കാറില്ല. എനിക്ക് ഒരുപാട് എണ്ണ തേക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കയ്യിലും കൂടെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ ഞാൻ തേച്ച് കൊടുക്കത്തേ ഉള്ളൂ. ഞാൻ ഉച്ചിയിലൊന്നും എണ്ണ വെച്ച് കൊടുക്കാറേ ഇല്ല കേട്ടോ. എനിക്ക് ഉച്ചിയിൽ എണ്ണ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് തലവേദനയാവും. അതുകൊണ്ട് ഞാൻ ഉച്ചിയിലൊന്നും എണ്ണ വെച്ച് കൊടുക്കാറില്ല. വെറുതെ ഇങ്ങനെ എടുത്തിട്ട് രണ്ട് സൈഡിലേക്ക് മുടി ഇങ്ങനെ ഇട്ടിട്ട്, എൻ്റെ മുടിയിൽ ഉടക്കൊന്നും ഇല്ല കേട്ടോ, ഉടക്കെല്ലാം കളഞ്ഞതാണ്. എന്നിട്ട് ഇതുപോലെ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇത്രയേ തേക്കാറുള്ളൂ, ഞാൻ ഒരുപാട് തേക്കാറില്ല. എനിക്ക് ഒത്തിരി തേച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തോ ഭയങ്കര അസ്വസ്ഥത ഇങ്ങനെ ഒത്തിരി എണ്ണ തേക്കുമ്പോഴത്തേക്കും. എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് ഇതേപോലെ തല ഒന്ന് നമ്മൾ ഈ എണ്ണ തേച്ച് കഴിഞ്ഞിട്ട് തല ഒന്ന് നമ്മളിതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്ക് ഒരുപാട് നല്ലതാണ്, മുടിക്ക് കേട്ടോ. അപ്പം ഇതേമാതിരി നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുക. ഇപ്പം എണ്ണ നമുക്ക് ഇത്രയും മതി കേട്ടോ. ഒരുപാട് തേക്കേണ്ടവർ ഒരുപാട് തേച്ചു, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ഇത്രയേ തേക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഈ മുടി ഒന്ന് കെട്ടി വെക്കാം. ഒരു 5 മിനിറ്റത്തേക്ക് കെട്ടി വെച്ചാൽ മതിയാകും. അവിടെ ഇരിക്കട്ടെ അല്ലേ. നമ്മളെപ്പോഴും മുടി ചെയ്യുമ്പം നനഞ്ഞ മുടി ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. നനഞ്ഞ മുടി ചെയ്യരുത്. നനഞ്ഞ മുടി ചെയ്യിക്കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ അച്ചയൊക്കെ ഇങ്ങനെ പൊട്ടി 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 പോകും. അതുകൊണ്ടാണ് പറയുന്നത് നനഞ്ഞ മുടി ചെയ്യരുത് എന്ന് പറയും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉടക്ക് കളയാതെ ചിലവരെന്ത് ചെയ്യുന്നറിയാവോ, ഈ ചീപ്പെടുത്തിട്ട് ഇങ്ങനെ 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 അടിച്ചടിച്ചടിച്ചടിച്ച് ഉള്ള മുടിയെല്ലാം പൊട്ടിച്ച് നശിപ്പിക്കും. അപ്പം അതിൻ്റെ താഴെ നമ്മളിങ്ങനെ ചെയ്യിച്ചേക്ക് വരുമ്പോൾ ഈ ഉടക്ക് കളയാതെ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ചികാതെ വരുമ്പോഴത്തേക്കും മുടിയുടെ താഴെ വന്നിട്ട് കെട്ട് വരും, കെട്ട്. എന്നിട്ട് ആ കെട്ടിനെ എന്ത് ചെയ്യുന്നറിയാം, ഈ ചീപ്പ് കൊണ്ട് തന്നെ അങ്ങ് വലിച്ചു പറിക്കും. അപ്പം അങ്ങനെയൊക്കെ മുടി പൊട്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് മുടി വളരില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുടിയിലെ ഉടക്ക് നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ചീപ്പിട്ട് മുടി ഇങ്ങനെ ചെയ്യാവുള്ളൂ. അപ്പോൾ ചീപ്പിട്ട് മുടി ചെയ്യുമ്പോഴും നമ്മളൊന്ന് സോഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം. ചില എണ്ണം വരുമ്പോൾ പതുക്കെ ഒന്ന് നിർത്തിയിട്ട് ആ ഉടക്ക് നമ്മൾ കൈ കൊണ്ട് എടുത്ത് കളഞ്ഞിട്ടൊക്കെ വേണം നമ്മൾ ചീപ്പിട്ടിങ്ങനെ വലിക്കാനായിട്ട്, അല്ലെങ്കിൽ മുടി മുഴുവൻ പൊട്ടിപ്പോവും. അപ്പോൾ ഏകദേശം 5 മിനിറ്റായി എണ്ണ തേച്ച് വെച്ചിട്ട് ഇനി നമുക്ക് നമ്മുടെ ടിപ്സിലേക്ക് പോകാം. ഇതെല്ലാവർക്കും അറിയാവുന്ന ടിപ്സാണ്, എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ആർക്കും ദേഷ്യമൊന്നും തോന്നണ്ട. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഇപ്പം താരൻ, തലയിലെ താരനുണ്ടെങ്കിൽ ആ താരൻ പോകാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ടയുടെ കൂടെ ഈ നാരങ്ങ നീരും കൂടെ ചേർക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ തലയിൽ ഒട്ടും താരനില്ല. അതുപോലെ താരൻ തലയിലുണ്ടെങ്കിലും മുടി വളരില്ല. താരൻ പോകാനുള്ള ഒരു ടിപ്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നാരങ്ങ നീരിങ്ങനെ തലയിൽ തേച്ച് കൊടുത്താൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നാരങ്ങ നീര് തേച്ച് കഴിഞ്ഞാൽ തലമുടി മുഴുവൻ നരച്ചു പോകും എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും തേച്ചുകൊണ്ട് ഈ മുടി നരയ്ക്കാനൊന്നും പോകുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ച് പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ മുടി എൻ്റെ നരച്ചു പോകേണ്ടതായി. പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നാരങ്ങ നീര് ഇപ്പം സ്ഥിരമായിട്ട് നമ്മൾ പുരട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ചീത്തയാണ്. അതുകൊണ്ടാണ് പറയുന്നത് സ്ഥിരമായിട്ട് പുരട്ടരുത്. താരൻ പോകാൻ വേണ്ടിയിട്ട് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം പുരട്ടിയാൽ മതിയാവും. താരന് നല്ലതായിട്ട് പോയി കിട്ടും. മനസ്സിലായല്ലോ. അപ്പം ഞാനിത് ഈ 2 സാധനങ്ങൾ മാത്രം മതിയാവും. ഈ മുട്ടയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ നാടൻ മുട്ടയുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. പക്ഷേ എൻ്റെ വീട്ടിൽ കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഈ ബ്ലോക്കിലെ മുട്ട തന്നെയാണ് എടുക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് പൊട്ടിച്ചിട്ട് നമുക്കിതിൻ്റെ വെള്ള മാത്രം മതിയാവും, മഞ്ഞ വേണ്ട. എടുക്കട്ടെ. പിന്നെ ഒരു കാര്യം, പിന്നെ എല്ലാവരും വിചാരിക്കും അയ്യോ ഈ വെള്ള തലയിൽ തേച്ച് കഴിഞ്ഞാൽ എന്തൊരു നാറ്റമായിരിക്കും അല്ലെ, എന്തൊരു സ്മെല്ലായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. ഒരു സ്മെല്ലും ഇല്ല കേട്ടോ. ഞാൻ ഗ്യാരണ്ടിയാണ്. ഇതേമാതിരി വെള്ളം എടുക്കുക കണ്ടോ. ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം മുഴുവൻ ഇങ്ങനെ പോരും കണ്ടോ. അറിയാമല്ലോ ഈ വൈറ്റ് മാത്രം എടുക്കാനായിട്ട് കണ്ടോ. പെട്ടെന്ന് പോരും.
നമ്മൾ ഇച്ചിരിയേ പൊട്ടിക്കാറുള്ളൂ മുട്ടയുടെ ഈ ഒരു ശകലം പൊട്ടിച്ചിട്ട് എന്നിട്ട് പിന്നെ ഈ മഞ്ഞയും കൂടെ വീഴും എന്ന് പേടിയുള്ളവർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മുടെ ഈ ഒരു വിരൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒരു സൈഡ് ശക്കല ഇങ്ങനെ കൈ ഇങ്ങനെ മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ അല്ലെ കൂടെ ആ വെള്ളം മാത്രം വീഴും കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. ഒരു തുള്ളി നാരങ്ങ നീരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കും, ഒരു ശകലം കേട്ടോ. അധികം ചേർക്കേണ്ട, താരനൊന്നും ഇല്ലാത്തവർ ചേർത്തില്ലേലും കുഴപ്പമില്ല. ഇനി നമുക്ക് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് തേച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഷാമ്പൂ സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. ഞാനത് എപ്പോഴും പറയുന്ന കാര്യമാണ്. ഇതിപ്പം മുട്ടയും നാരങ്ങ നീരും മാത്രമല്ല, നമ്മൾ ഏത് ടിപ്സ് ചെയ്താലും നമ്മൾ സോപ്പും ഷാമ്പൂ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ടയൊക്കെ തേച്ചതിൻ്റെ ആ ഗുണം നമ്മുടെ മുടിക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഞാനിപ്പം ഇത് പഴയ എൻ്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാനിത് ചെയ്തിട്ടുണ്ട്. അപ്പം പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുവാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്ത് ടിപ്സാണ് ചെയ്യുന്നത്, ചേച്ചിക്ക് മുടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് അത്യാവശ്യം മുടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് പനങ്കോല പോലെ ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മുടി കെട്ടാനൊക്കെ പറ്റുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുടി നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് മുടി വളരുന്നത്. ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് വെച്ച് എൻ്റെ മുടി മുഴുവൻ പോയതാണ്. കല്യാണത്തിന് മുന്നേ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കറിയത്തില്ല, എനിക്ക് തോന്നുന്നു അവിടെ വീട്ടിൽ നമുക്ക് ആറുണ്ടല്ലോ, നമ്മുടെ മീനച്ചിൽ ആറ്. അപ്പം അതിലെ വെള്ളമായിരുന്നു. എത്ര വന്നാലും ഞങ്ങൾ പൈപ്പിലെ വെള്ളം തലയിൽ ഒഴിക്കത്തില്ല, ആറ്റിലെ വെള്ളമായിരുന്നു തലയിൽ ഒഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതായിരിക്കും ഇവിടെ വന്നിട്ട് പെട്ടെന്ന് വെള്ളം മാറിയപ്പോഴത്തേക്കും അങ്ങനെ മുടി പൊഴിഞ്ഞതാകാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞ് മുഴുവൻ പോയി കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ ഈ മുടി എങ്ങനെ പോയി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മുടി വളർത്തിയിട്ടുള്ള കാര്യമുള്ളെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വളർന്ന മുടിയാണ്. ഇപ്പം ചിലവർ പറയും പാരമ്പര്യമാണെന്ന മുടി. അതെ, പാരമ്പര്യമാണ്. എങ്കിലും ഞാൻ പറയുവാണ്, പാരമ്പര്യമാണെങ്കിലും നമുക്ക് എന്തായാലും കുറച്ചെങ്കിലും മുടി ഇല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല. പക്ഷെ ആ മുടി പോകാതെയും ആ മുടി വളരാനും നമ്മുടെ ഈ ടിപ്സ് സഹായം. കുറേ ടിപ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്നിനും മെച്ചമുള്ള ടിപ്സാണ് കേട്ടോ. അപ്പം എന്താ മുട്ടയും നാരങ്ങ നീരും കൂടെ ഞാൻ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ സ്കള്ളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇവിടെ നിന്ന് തേക്കുന്നതുകൊണ്ട് താഴെ വീണ് കഴിഞ്ഞാൽ, ഒന്നാമത് മുട്ടയും കൂടെ തെന്നി വീണ് കഴിഞ്ഞാൽ പറയണ്ട. ഞാനിവിടെ തറയിൽ ഒരു തുണിയൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുക, നിങ്ങൾ തേക്കുമ്പോൾ സ്വസ്ഥമായിട്ട് ഇതൊരു സ്ഥലത്ത് താഴെ വെച്ചിട്ട് വെളിയിലോ എല്ലാം പോയി നിന്നിട്ട് തേക്കണം കേട്ടോ. അപ്പം ഇത് എൻ്റെ കൈയില്ല, ഈ ഒരു കയ്യിൽ ഇതിരിക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ഇങ്ങനെ ശരിക്കും അങ്ങോട്ട് തേക്കാനായിട്ട് പറ്റാത്തത് കേട്ടോ. നന്നായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ. മുടിയേൽ അങ്ങനെ തേക്കണ്ട, മുടിയെ തേക്കേണ്ട കാര്യമില്ല കേട്ടോ. നമ്മുടെ ഈ തലയുടെ ഇതിൽ നമ്മൾ പച്ചമലയാളത്തിൽ പറഞ്ഞ ഈ നമ്മുടെ അമ്മമാരൊക്കെ പറയത്തില്ലേ, തലയോട്ടിയെ പെരട്ടെന്നൊക്കെ പറയത്തില്ലേ. അപ്പം നന്നായിട്ട് ഇതുമാതിരി നമ്മളിതിങ്ങനെ തലയിൽ ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്കുണ്ടല്ലോ നല്ലൊരു കട്ടി തോന്നും. നമ്മുടെ മുടി ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും തന്നെ നല്ലൊരു കട്ടിയാണ് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ കെട്ടിവെക്കുക. അത് കെട്ടിവെക്കാം. കെട്ടിവെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ. ഞാനിപ്പോൾ 10 മിനിറ്റേ വെക്കാറുള്ളൂ. അതെയൊക്കെ ഞാൻ മുടിയൊക്കെ നന്നായിട്ട് കൊഴിയുന്ന സമയത്ത് ഞാൻ 15 മിനിറ്റോളം വെക്കുമായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ 10 മിനിറ്റേ വെക്കത്തുള്ളൂ. 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മളിത് കഴുകിക്കളയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാമ്പൂവും സോപ്പും ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. വേറെ ഒന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇല്ല. നമ്മുടെ മുടിക്കൊന്നും ഒട്ടും സ്മെല്ലും ഒന്നും ഉണ്ടാകത്തില്ല. കാരണം മുട്ടയുടെ വൈറ്റാണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ യെല്ലോ എടുത്താൽ മാത്രമാണ്, ആ യെല്ലോയ്ക്കാണ് ഭയങ്കര ഒരു ഉളുമ്പ് നാറ്റവും ഒക്കെ ഉള്ളത്. നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഇത് തേച്ച് കഴിഞ്ഞിട്ട്, തേക്കാത്തവർ ഇത് തേച്ച് കഴിഞ്ഞിട്ട് കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് മുടി ഒന്നെടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന്
മണപ്പിച്ച് നോക്കുക. അപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്നറിയാം. എന്നിട്ട് എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് നോക്കണം. നല്ല ഒരു ടിപ്സാണിത് കേട്ടോ. ചെയ്ത് അപ്പം ഞാൻ 15 മിനിറ്റിന് ശേഷം കുളിച്ചിട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി കേട്ടോ. മുടിയൊക്കെ ഉണങ്ങുകയും ചെയ്തു കണ്ടോ. പിന്നെ അപ്പം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുമല്ലോ. അപ്പം മുടിയൊക്കെ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ മുടിയൊക്കെ ഉണങ്ങി. അപ്പോൾ ഈ മുട്ടയൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും മുടിക്കുണ്ടല്ലോ നല്ലൊരു ഗ്ലേസിങ് ഒക്കെ നമ്മുടെ മുടിക്ക് കിട്ടും. നല്ല സൂപ്പറാണ്. നമ്മളിങ്ങനെ ചെറിയ വെയിലുള്ളപ്പോഴൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടിയിൽ ആ മുട്ട തേച്ചതിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഇങ്ങനെ അറിയാൻ പറ്റും. ശരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നല്ല ഗ്ലേസിങ്ങും പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ മുടിക്ക് കിട്ടും. ഒട്ടും സ്മെല്ലില്ല കേട്ടോ. ഒട്ടും സ്മെല്ലില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ ഇല്ല. അപ്പം എല്ലാവരും ഈ ടിപ്സൊക്കെ ചെയ്ത് നോക്കണം. നല്ല മുടിക്ക് നല്ലൊരു കട്ടിയുണ്ട് കേട്ടോ ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഉണങ്ങിയിട്ട് കൂട്ടുകാരെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇത്രയും താമസിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വേറെ വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായവരും പുതുതായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.